അപ്പച്ചൻ എൻ്റെ ചിറകുകളും എൻ്റെ ആകാശവും. വേർപാട് അതൊരു പുഴയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന നോവിൻ്റെ പുഴ. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് MD വാസുദേവൻ നായർ പറയുന്നു. എപ്പോൾ എവിടെ വരുമെന്ന് പ്രവചനാതീതം. ഓരോ മരണവും സത്യമാണ്, അനിവാര്യവുമാണ്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പാരമ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ കടന്നു വന്ന് എല്ലാം തകർത്ത് കളയുന്ന മരണത്തെ വേറെ എന്തു പേരിട്ടാണ് വിളിക്കുക? അമ്മ സ്നേഹമാണെങ്കിൽ അപ്പച്ചൻ കരുതലിൻ്റെ മറ്റൊരു പര്യായമാണ്. ഇടയ്ക്കിടെ ആലിപ്പഴമായി പെയ്തിറങ്ങുന്ന അപ്പച്ചൻ്റെ സ്നേഹവും സാന്നിധ്യവും എന്നേക്കുമായി നഷ്ടപ്പെട്ട അനുഭവമാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്. 5 പെൺമക്കളെയും ഭാര്യയെയും തനിച്ചാക്കി 1987 മാർച്ച് 7 അപ്പച്ചൻ എന്നേക്കുമായി യാത്രയായി. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മൂത്ത ചേച്ചി 10ലും ഇളയ അനുജത്തി 1ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങൾ 3 പേർ യഥാക്രമം 8ലും 6ലും 4ലും പഠിക്കുന്നു. തലേ ദിവസം നെഞ്ചുവേദന ഉണ്ടായിട്ടും അത് കാര്യമാക്കാതെ ഗ്യാസിൻ്റെതാണെന്ന് പറഞ്ഞ് പതിവ് പോലെ അന്നും ഉപജീവന മാർഗത്തിനായി അപ്പച്ചനിറങ്ങി. ഏകദേശം രാവിലെ 11 മണിയോടെ ഒരാൾ വീട്ടിലേക്ക് എത്തുകയും അപ്പച്ചന് വയ്യെന്നും ആശുപത്രിയിലാണെന്നും ഉടനെ അവിടെ എത്തണമെന്നും ആവശ്യപ്പെട്ടു. അമ്മ ഇളയ അനുജത്തിയെ കൂട്ടി ആശുപത്രിയിലേക്ക് തിരിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ കുറവുണ്ടെന്നും ഉടനെ അപ്പച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് എത്തിച്ചു. എന്തോ അപകടകരമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് വന്ന ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ വീട് കരച്ചിലിൻ്റെ ഇടമായി. 5 പെൺമക്കളെയും വെറും 32 വയസ്സുള്ള അമ്മയെയും ഓർത്ത് നാട് മുഴുവൻ ദുഃഖത്തിലായി. കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഹാർട്ട് അറ്റാക്കാണ് അപ്പച്ചൻ്റെ മരണകാരണമെന്ന് പിന്നീട് ആരോ പറഞ്ഞത് ഓർക്കുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ആംബുലൻസിൽ അപ്പച്ചൻ്റെ മൃതദേഹം വീട്ടിലെത്തിയ നിമിഷങ്ങൾ ഇപ്പോഴും മനസ്സിൽ വിങ്ങലുകളാണ് സമ്മാനിക്കുന്നത്. ബോധമില്ലാതെ കിടക്കുന്ന അമ്മ, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനുജത്തിമാർ, അപ്പച്ചൻ മരിച്ചു എന്ന സത്യം ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഉറക്കെ കരയാനാകാതെ മരവിച്ചുപോയ നിമിഷങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു വീണു. പറക്കമുറ്റാത്ത 5 പെൺമക്കളെയും കൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് എന്ന ചോദ്യമായിരുന്നു അമ്മയുടെ വെല്ലുവിളി. തെറ്റുകുറ്റങ്ങളിൽ ശാസിക്കാനും സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും ഉറക്കത്തിൽ എപ്പോഴോ തലോടുന്നൊരു കൈകളും അങ്ങനെ അപ്പച്ചൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അറിയാൻ ഏറെ കൊതിച്ചൊരു ബാല്യമുണ്ടായിരുന്നു എനിക്ക്. കർക്കശക്കാരനായിരുന്നെങ്കിലും ഭാര്യയെയും മക്കളെയും ബുദ്ധിമുട്ടിക്കാത്ത വീട്ടുകാര്യങ്ങൾ പൂർണ്ണതയിൽ ചെയ്യുന്ന കുടുംബനാഥനായിരുന്നു അപ്പച്ചൻ. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനും എന്തിന് കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. പിന്നീട് അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു അമ്മ. കുടുംബം പുലർത്താൻ വീട്ടുജോലിക്ക് വരെ അമ്മ പോയി. അവസാനം പറക്കമുറ്റാത്ത മക്കളെ വിട്ട് അമ്മ ഗൾഫിൽ ജോലിക്ക് പോകാൻ നിർബന്ധിതയായി. മക്കളെ സംരക്ഷിക്കേണ്ട വലിയ ബാധ്യത ഓർത്തുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ധൈര്യം സംഭരിച്ച് അമ്മ കടൽ കടന്ന് യാത്രയായി. അമ്മയെ ധൈര്യപ്പെടുത്തിയതും ഞങ്ങളെ അമ്മയുടെ അസാന്നിധ്യത്തിൽ മുന്നോട്ട് നയിച്ചതും ദൈവകൃപ ഒന്നു മാത്രമാണ്. മാതാപിതാക്കൾ ഇല്ലാത്ത ഓർമ്മകൾ കരൾ പിളർക്കുന്നവയാണ്, ഒപ്പം കണ്ണ് നനയിക്കുന്നവയും. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായ ദൈവിക ഇടപെടലുകളെ വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കരുതലും കാവലും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ഓരോ നിമിഷവും ദൈവിക പ്രത്യാശയും സാന്നിധ്യവും ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. അപ്പച്ചന്റെ മരണം ജീവിത അവസാനമാണെന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടപ്പോൾ അതിന് പിന്നിലുള്ള ദൈവിക പദ്ധതി ഞങ്ങളെ പ്രതീക്ഷയിലേക്ക് നയിച്ചു. അപ്പച്ചൻ ആഗ്രഹിച്ചതിലും അധികമായ ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നയിക്കാൻ സാധിക്കുന്നു. അപ്പച്ചന്റെ വേർപാടിന്റെ മുറിവുണക്കാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ പങ്കുവെച്ചു തന്ന വാത്സല്യവും ധൈര്യവും ജീവിത പാഠങ്ങളും എന്നും മായാതെ തന്നെ നിൽക്കും. ജീവിതത്തിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഈ അനുഭവം എന്നെ പ്രാപ്തയാക്കി. ഈ ചെറിയ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാക്കാൻ, ഉള്ള സമയം നന്മകൾ ചെയ്ത് അർത്ഥവത്താക്കാൻ,
സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ എന്നെ ഈ അനുഭവങ്ങൾ പഠിപ്പിച്ചു. എന്തു പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല. എങ്കിലും ഒന്നു മാത്രമേ പറയാനുള്ളൂ. അപ്പച്ചൻ എന്ന 3 അക്ഷരത്തിൽ ഒളിപ്പിച്ചത് സ്വർഗം എന്ന വലിയ മാളികയായിരുന്നു.